ഹലോ ഫ്രണ്ട്സ്, ടിങ്കിൾ ടിപ്സിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്ന കുറച്ച് പ്ലാന്റ്സിൻ്റെ വീഡിയോസാണ്. കുറച്ച് ഏറെ പ്ലാന്റ്സുകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട്. അടുത്തിടെ കുറച്ച് ഞാൻ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ വീഡിയോസുമായിട്ട് വരും. ഇന്ന് കുറച്ച് ഹെലിക്കോണിയ പ്ലാന്റ്സുകൾ, ഇൻഡോർ പ്ലാന്റ്സ്, ഇത് നല്ല വീതിയുള്ള ലീഫ് വരുന്ന ഒരു കൈത പ്ലാന്റാണ്. ഇൻഡോറിൻ്റെ ഇതൊരു പാം പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ള ഒരു പാം പ്ലാന്റാണ്. അതുപോലെ കലാത്തിയ, ഈ കലാത്തിയായി നമുക്ക് സെയിലിനുണ്ട്. ഇതും കലാത്തിയാണ്. കലാത്തിയ ഞാൻ ആദ്യം കാണിക്കുന്ന എല്ലാം കലാത്തിയാണ്. ഇതൊരു വയലറ്റ് കലാത്തിയാണ്. ഇത് ലീഫിന് അടിവശം ഒരു വയലറ്റ് കളർ വരുന്ന കലാത്തിയാണ്. അതുപോലെ സിങ്കോണിയം ഗ്രീൻ കളറ്, നമുക്ക് 3 വെറൈറ്റീസ് ഉണ്ട് ഗ്രീൻ കളറായിട്ടുള്ളത്. അതുകൂടാതെ നമ്മൾ നേരത്തെയൊക്കെ ഇട്ട കുറേ പ്ലാന്റ്സുകൾ വീണ്ടും സെയിലിനായിട്ടുണ്ട്. റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളുമാണ് എല്ലാവർക്കും അയച്ചു തരുന്നത്. നിങ്ങൾ DTDC ചാർജ് ആകുമെന്ന് ഉള്ള ഒരു ടെൻഷനും വേണ്ട. DTDC ചാർജിന് ഞാൻ ഫ്രീ പ്ലാന്റ്സ് വയ്ക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു 40ൻ്റെ പ്ലാന്റ്സ് അല്ലെങ്കിൽ 50ൻ്റെ പ്ലാന്റ്സ്, 25ൻ്റെ പ്ലാന്റ്സ്, അത് തന്നെ സെയിം 2 എണ്ണമൊക്കെ ഞാൻ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വയ്ക്കും. പിന്നെ ഹാങ്ങിങ് പ്ലാന്റ്സ്, ഫ്രീ പ്ലാന്റ്സിൻ്റെ ഒരു 30 രൂപയൊക്കെ DTDC ചാർജ് ഞാൻ കുറച്ചാണ് എല്ലാവർക്കും വെക്കുന്നത്. 1.5 കിലോളം പ്ലാന്റ്സ് അയച്ചിട്ട് 1 കിലോയുടെ പ്ലാന്റ്സ് ചാർജ് ഞാൻ എടുക്കുന്നുള്ളൂ. ഒരു 200ൻ്റെയൊക്കെ ചാർജ് എടുക്കുന്നുള്ളൂ. ചിലർക്ക് 1 കിലോയുടെ പ്ലാന്റ്സിൽ ചിലപ്പോൾ 800 ഗ്രാമേ അവർ വാങ്ങിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന പ്ലാന്റ്സ് നമ്മൾ ഫ്രീ പ്ലാന്റ്സിൻ്റെ ചാർജ് നമ്മൾ എടുക്കാറില്ല. ആ 1 കിലോ പ്ലാന്റ്സ് തികച്ച് ഞാൻ ഫ്രീ പ്ലാന്റ്സ് വെച്ചാണ് കൊടുക്കുന്നത്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്രോട്ടൺ പ്ലാന്റ്സ് ആണിത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ക്രോട്ടൺ പ്ലാന്റ്സ്. കുറച്ച് ഇത് ബിഗോണിയ പ്ലാന്റ്സ് ആണ്. ഗ്രീൻ കളർ ഒരു ബിഗോണിയാണ്. അതുപോലെ പോത്തോസ് ഗ്രീൻ കളർ വെറൈറ്റിയാണിത്, പോത്തോസ്. അതുപോലെ ഈ മോൺസ്റ്റായുടെ പോത്തോസും ഫിലോഡെൻഡ്രോണും ഒക്കെ നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന കുറച്ചേറെ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ സിങ്കോണിയം വെറൈറ്റീസ്, സിങ്കോണിയം ആണിത്. സിങ്കോണിയം ഞാനിതിൽ നിങ്ങൾക്ക് പ്ലാന്റ്സ് അയച്ച് തരുമ്പോൾ നിങ്ങൾ 3ാമത്തെ ദിവസം കിട്ടിയില്ലെങ്കിൽ അറിയിക്കുക. അതുപോലെ കിട്ടിക്കഴിഞ്ഞും ഒന്ന് പ്ലാന്റ്സ് കിട്ടിയെന്ന് ഒന്നിടാം. അതൊക്കെ എനിക്ക് വളരെ സന്തോഷമാണ്. നമുക്കറിയണ്ടേ പ്ലാന്റ്സ് കിട്ടിയ പ്ലാന്റ്സ് ഏത് രീതിയിലാണ്, നിങ്ങൾക്ക് സന്തോഷമായോ, പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് കിട്ടിയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പ്ലാന്റ്സ് കിട്ടിക്കഴിഞ്ഞിട്ട് ഒന്ന് അറിയിക്കണം എന്ന് പറയുന്നതും. പ്ലാന്റ്സിൻ്റെ കിട്ടിയ എല്ലാം ഡാമേജ് ആകാതെ കിട്ടി എന്നുള്ളതും അറിയിക്കണം. അതുപോലെ ഇതിൻ്റെ വേരിഗേറ്റഡും നമുക്ക് പാരിജാതമുണ്ട്. ഫ്ലവറൊക്കെ ഒരേ സെയിം ഫ്ലവർ തന്നെയാണ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്ലാന്റ്സ് കിട്ടിയവരുടെ എല്ലാം പ്ലാന്റ്സുകൾ എല്ലാം കിളിച്ച് കാണുമെന്നും വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡാമേജായി പോയിട്ടുണ്ടെങ്കിൽ അറിയിക്കണം, മടിക്കരുത്. അതേ പ്ലാന്റ്സ് തന്നെ വീണ്ടും നിങ്ങൾക്ക് ഞാൻ റീപ്ലേസ് ചെയ്ത് തരുന്നതാണ്. നമുക്ക് കാനവാഴ ടൈപ്പ് ഒരു 3 ടൈപ്പ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. പ്യുവർ റെഡ് ചോദിച്ച ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. പ്യുവർ റെഡ് ഇല്ല. ബ്ലീഡിംഗ് ഹെർട്ട് നല്ല ഹൈബ്രിഡ്, നിറയെ ഫ്ലവർ ഇടുന്ന ബ്ലീഡിംഗ് ഹെർട്ടാണ്. അതുപോലെ ഹെലിക്കോണിയയുടെ കുറച്ചേറെ വെറൈറ്റീസ് ഉണ്ട്. ഇത് നല്ല ഒരു പ്ലാന്റാണ്. നമ്മൾ ക്രീപ്പറായിട്ട് വലിയ ക്രീപ്പർ ആകുന്നതല്ല. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീണ്ടും കാണാം. ബൈ.